ഹലോ ഫോക്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ സമയം 12 മണിയായി, രാത്രി 12 മണി. ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള റീൽസ് കണ്ടു. ഡേഞ്ചറസ് ആസ് ഇൻ മെന്റൽ ഹെൽത്തിന് ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് റീൽസ് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ 1 മണി 2 മണി 3 മണി വരെ ഉറങ്ങാൻ പറ്റൂല എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കിയത് കൊണ്ട് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഓക്കെ എന്നാല് കുറച്ച് അപ്ഡേറ്റ്സ് പറഞ്ഞാലോ എന്നുള്ളത്. ഇന്ന് ഡേ 4 ആണ്, അല്ലേ? ഡേ 4 ആണ് ഇന്ന്. അപ്പോ എന്താ പറയാ, വിചാരിച്ചതുപോലെ അല്ല. ഡയറ്റ് കുറച്ച് സീനാണ്. മുമ്പ് ഡയറ്റ് ഞാൻ തന്നെ കസ്റ്റം മെയ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഡയറ്റിൽ. അതായത് രാവിലത്തെ ഓട്സ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പ്രോട്ടീൻ പൗഡർ ഒക്കെ ഇട്ടിട്ട് ഓവർനൈറ്റ് ഓട്സ് അടിപൊളി ആയിരുന്നു. പക്ഷേ ഇപ്പൊ ഉള്ള ഓട്സ് വെച്ചാല് പാല് പോലും ഇടാത്ത ഓട്സ് ആണ്. പിന്നെ രാവിലെ പാല് പോലും ഇടാത്ത ഓട്സ്, പഞ്ചസാര ഒബ്വിയസ്ലി ഇല്ല. ആ, പിന്നെ മുട്ട, കുക്കുംബർ ക്യാരറ്റ് ആണ് ഇപ്പൊ എന്താ പറയാ സഹവാസി. ആ, പിന്നെ 3 നേരം ചോറ്, ചിക്കൻ, പിന്നെന്താണ്, പിന്നെ മുട്ട, ചിക്കൻ, ചോറ്, കുക്കുംബർ, ക്യാരറ്റ്, പപ്പായ. ഇതാണ് എന്റെ ഡയറ്റ്. വേറെ ഒന്നുമില്ല. അയ്യോ, ഞാൻ എങ്ങനെ ജീവിക്കും? ഈ ഫ്ലേവേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡറും ക്രിയാറ്റിനും മാത്രമേ ഉള്ളൂ കുറച്ച് മധുരം വായിൽ പോവാൻ. പിന്നെ പപ്പായ ഉണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോ എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ 2-3 ദിവസം ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല, ഒരു സെൽഫായിട്ട് പ്രൗഡ് ഫീൽ വരുക. അതായത് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ലൈക്ക് ഒരു മെന്റൽ ഹെൽത്ത് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. ബേസിക്കലി കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഡയറ്റ് വന്നു, അതിൽ ബോഡിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഡയറ്റ് ക്ലീൻ ഡയറ്റ് എടുക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് ബോഡിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ മെന്റലി ബൂസ്റ്റപ്പ് ആവുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. വർക്കൗട്ട് ഞാൻ ഇന്നിപ്പോൾ സാറ്റർഡേ നൈറ്റ് ആണ്, നൈറ്റ് അല്ല, ആക്ച്വലി സൺഡേ ആയി 12 മണി. മൺഡേ തൊട്ട് ഞാൻ പുതിയ വർക്കൗട്ട് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ വർക്കൗട്ട് അപ്ഡേറ്റ്സ് അപ്പോൾ തരാം. ഡയറ്റ് അപ്ഡേറ്റ്സ് ഇതാണ്, ഡെയിലി ഇതാണ്. എന്നോട് എൻ്റെ കോച്ച് പറഞ്ഞിട്ടുള്ളത് 45 ഡേയ്സ്, 30 to 45 ഡേയ്സ് സെയിം ഡയറ്റ് ആയിരിക്കുന്ന. ഞാൻ ചോദിച്ചു പാല്, തൈര്. ഞാൻ പാലും തൈരൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഡയറ്റ് പോയിക്കൊണ്ടിരുന്നത്. ആസ് ഇൻ എന്താ പറയാ, പാല്, തൈര്, ഇതൊക്കെയായിരുന്നു എൻ്റെ. ലൈക്ക് ഉച്ചക്ക് ചോറും തൈരൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ സൈഡിൽ ചിക്കനും, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഡയറ്റ്. ഇതൊന്നുമല്ല. തൈരില്ല, പാലില്ല, എക്സ്ട്രാ അങ്ങനെ ഫ്രൂട്ട്സോ കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പാടില്ല. സ്റ്റിക്ക് ടു ദ ഡയറ്റ്. അതായത് ആ പുള്ളിക്കാരനെ എഴുതി തന്ന ഒരു 5 മീലുണ്ട്. 5 അല്ല, ബേസിക്കലി 4 മീലാണ്. ആ 4 മീലിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഞാൻ പെർട്ടിക്കുലർലി എന്താണ് ഈ മീൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, ചോറ്, ചിക്കൻ, മുട്ട, ഓട്സ്, ഇതൊക്കെയാണ് എൻ്റെ ഡയറ്റ്. സോ പിന്നെ വെള്ളം, പച്ച വെള്ളം. സോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെച്ചാല് 8 to 9 hours സ്ലീപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോ അത് എന്നെ കൊണ്ട് പറ്റുമോന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം എ സ്ലീപ്പ് ലവർ ആസ് എവറി വൺ എൽസ്. സോ ഇതാണ് അപ്ഡേറ്റ്. മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാന്ന് വിചാരിക്കുകയാണ്. അതായത് എന്നോടൊരു ഫ്രണ്ട് ചോദിച്ചു കട്ടിങ് സമയത്ത് എന്തൊക്കെയാണ് ചെയ്യാന്നുള്ള രീതിയിൽ. പിന്നെ അതേപോലെ തന്നെ വേറെ ഫ്രണ്ട് പറഞ്ഞു, ബ്രോ ഞാൻ കട്ടിങ് ആണ്. ഞാൻ ചോദിച്ചു എനിക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്തൊക്കെയാ കഴിക്കാറ്? അപ്പം പറഞ്ഞു ഞാൻ രാവിലെ വീട്ടിലുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഉച്ചയ്ക്ക് അധികം കഴിക്കൂല, കട്ടിങ് അല്ലേ അവിടൊന്നും കഴിക്കൂല. രാത്രി ഇതേപോലെ തന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കും. അപ്പൊ ഞാൻ ഫുഡ് വളരെ കുറവാണ്, ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ, കട്ടിങ് എന്ന് പറഞ്ഞാല് കഴിക്കാതിരിക്കലല്ല കട്ടിങ്, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ കഴിക്കാതിരിക്കലല്ല.
വെയിറ്റ് ലോസ് എന്ന് വെച്ചാൽ കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ലൈക്ക് ഞാൻ ബേസിക്കലി പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യമല്ല. ജിമ്മിൽ പോയി മസിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ആക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് പ്രോട്ടീൻ അകത്ത് പോവാതെ ഒരു കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾ മറ്റേ ഈ ആട് ജീവിതത്തിലെ പൃഥ്വിരാജ് ആവുമായിരിക്കും ഇപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ. പക്ഷെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഐഡിയൽ അല്ലെങ്കിൽ നിങ്ങളെ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റൂല. ഇപ്പം നിങ്ങൾ ബേസിക്കലി 1x അല്ലെങ്കിൽ 1.2 അല്ലെങ്കിൽ 1.5x പ്രോട്ടീൻ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അത് ഏത് വിധേനയും പ്രോട്ടീൻ എടുത്തേ പറ്റുള്ളൂ. നിങ്ങളുടെ ഡയറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ബേസിക്കലി ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, കാർബോഹൈഡ്രേറ്റ് കുറക്കുക, നല്ലോണം കുറക്കുക കൺസംഷൻ. പിന്നെ ഗുഡ് ഫാറ്റ് കഴിക്കുക, മറ്റ് ഫാറ്റ് കുറക്കുക. അതായത് നോർമൽ ഓയിലിന് പകരം ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ അവക്കാഡോ ഗുഡ് ഫാറ്റ് ആണ്. അങ്ങനെ നട്ട്സ് കാര്യങ്ങളൊക്കെ ഗുഡ് ഫാറ്റാണ്. സീഡ്സ് ഒക്കെ ഗുഡ് ഫാറ്റാണ്. ഈ എഗ്ഗിൻ്റെ യോക്ക് ഗുഡ് ഫാറ്റ് ആണ്, അല്ലേ? ആണ്. പിന്നെന്താണ്, പിന്നെ ഷുഗർ കട്ട് ചെയ്യുക. സോ പ്രോട്ടീനും അതേപോലെ നല്ല നല്ല രീതിയിൽ പ്രോട്ടീനും ഫുഡും കഴിക്കുക. ഇതാണ് ബേസിക്കലി കട്ടിങ്. അല്ലാതെ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഭയങ്കര ഹാർഡ് വർക്ക്, ഞാൻ ഇന്നൊന്നും കഴിച്ചില്ല, 2 നേരം കഴിച്ചില്ല, 3 നേരം കഴിച്ചില്ല, ദിസ് ഈസ് മൈ ഹാർഡ് വർക്ക് എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മാറ്റം ഉണ്ടാവില്ല. സോ ദിസ് ഇസ് ഇറ്റ്. 6 മിനിറ്റായി വീഡിയോ. സോ ഐ തിങ്ക് ഐ ഷുഡ് വൈൻഡ് അപ്പ് നൗ. ബാക്കിയുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇന്നത്തെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് കുളത്തിൽ പോയി കുറച്ച് വ്ളോഗ് എടുത്തിട്ടുണ്ട്. വ്ളോഗിന് പുറമെ ഞാൻ എന്താ പറയാ, കുറച്ച് റീൽസ് ആക്കാനുള്ള കോണ്ടന്റ് എടുത്തിട്ടുണ്ട്. അമ്മേന്റെ കൂടെ ഒരു കോണ്ടന്റ് എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്തു. ഇൻഡോർ ആയിട്ട് വീട്ടിനകത്തുനിന്ന് ഒരു റീൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പ് ആയിരുന്നു റീൽസിൽ നിന്ന്. റീൽസ് ഇടാറില്ലായിരുന്നു ആസ് ഇൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ. ഫിറ്റ്നസ് അക്കൗണ്ടിൽ പിന്നെയും കുറച്ച് ആക്റ്റീവ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ഇറ്റ്. സോ കുറച്ച് മൈൻഡ് ഡൈവേർട്ട് എന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ലൈക്ക് കുറച്ച് ജോയ്ഫുൾ ആണ് ഞാനിപ്പോൾ. അപ്പോൾ പെട്ടെന്ന് പോയി കിടന്നുറങ്ങാം ഇതേ മൂഡിൽ. അല്ലെങ്കിൽ വീണ്ടും ലൂപ്പിൽ കയറും, ഇൻസ്റ്റാഗ്രാം റീൽസിന്റെ ലൂപ്പിൽ കയറും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ നല്ല രീതിയിൽ അവിടെ പിടിച്ചു നിർത്താൻ അറിയാം. സോ നിങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. യു ഷുഡ് കീപ് വർക്കിംഗ് ടു അച്ചീവ് യുവർ ഗോൾ. ഇതൊന്നും എൻ്റെ ഏട്ടൻ കേൾക്കണ്ട. ഏട്ടൻ പറഞ്ഞ പണിയൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. ഐ ഹാവൻ കംപ്ലീറ്റഡ് ദ വർക്ക്സ് ഹി ഹാസ് ഗിവൺ മീ. ബട്ട് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ മെൻ്റൽ ഹെൽത്തും എൻ്റെ ഹെൽത്തും. അതിൻ്റെ കൂടെ തന്നെ ഏട്ടൻ്റെ വർക്കും ഞാൻ കൂടെ തന്നെ ചെയ്യും. അപ്പം അങ്ങനെ. സോ ദിസ് ഇസ് മീ സൈനിങ് ഓഫ്. ബൈ.